ഹലോ ഫ്രണ്ട്സ്, ഋതു സ്മോൾ കിച്ചൺ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണോ? ഞാൻ ഇന്നൊരു മത്തങ്ങ പുളിങ്കറിയുടെ റെസിപ്പി ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. വളരെ വേഗത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് മത്തങ്ങ പുളിങ്കറി. ഇത് നമുക്ക് പനിയൊക്കെ ഉള്ള സമയത്ത് മോര് ഒന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ലല്ലോ, തന്നെ ആ സമയത്ത് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. മത്തങ്ങ പുളിങ്കറി വെക്കുന്നതിനായിട്ട് നമ്മൾ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പിഴുപുളി അല്ലെങ്കിൽ വാളംപുളി എടുത്ത് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് അതിലിട്ട് വെച്ചിരിക്കുകയാണ്. ഇപ്പം ചൂടുവെള്ളത്തിലിടുന്നത് പെട്ടെന്ന് പുളി ഇറങ്ങുന്നതിന് വേണ്ടിയാണ്. ഇനി നമ്മൾ ആ പുളി ഒന്ന് പിഴിഞ്ഞ് അരിച്ച് ഈ ഒരു കുക്കറിലൊഴിച്ച് അതിനകത്തേക്ക് മത്തങ്ങയും ഇട്ട് ചേർത്ത് കൊടുത്ത് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒരു വിസിൽ വരുന്നിടം വരെ ഒന്ന് വേവിച്ചെടുക്കാം. പുളിവെള്ളം നമ്മൾ കുക്കറിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ആ പുളിവെള്ളത്തിലേക്കാണ് ഈ മത്തങ്ങ ഇട്ട് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് നമുക്കൊരു ഓരോരുത്തർ പാകത്തിനുള്ള ഉപ്പും ചേർത്ത് അല്പം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കുക്കർ അടച്ച് ഒരു വിസിൽ വരുന്നിടം വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഒറ്റ വിസിലേ ആകാവൂ. ഒറ്റ വിസിലടിക്കുമ്പോൾ നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യണം. മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. നമ്മുടെ കുക്കറിലെ മത്തങ്ങയ്ക്ക് ഒരു വിസിൽ വന്നപ്പോൾ നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചിരുന്നു. പിന്നെ അതിനാവശ്യമായ സാധനങ്ങളെല്ലാം ഞാനിവിടെ അടുപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കതിന് കുറച്ച് ചുമന്നുള്ളി വേണം, പിന്നെ വറ്റൽമുളക് വേണം, കറിവേപ്പില, പച്ചമുളക്, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു ചെറിയ തക്കാളി, വലുതല്ല, ഇതും പുളിയില്ല, അതുകൊണ്ട് ഒരു ചെറിയ തക്കാളി ഞാൻ ചേർക്കുന്നുണ്ട്. അത് ഒരു 3-4 എതള് വെളുത്തുള്ളിയും കൂടെ പേസ്റ്റ് ആക്കി വെച്ചിരിക്കുന്നത്. പിന്നെ കായപ്പൊടി. ഇനി നമുക്ക് കറി വെക്കാൻ ആരംഭിക്കാം. നമ്മുടെ മത്തങ്ങ ഇവിടെ നന്നായിട്ട് വെന്തിരിപ്പുണ്ട്. നമുക്ക് അടച്ചു തന്നെ അങ്ങ് വെക്കാം. നമ്മൾ വേണ്ട ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലെ വെള്ളം പറ്റി ഇനി നമുക്ക് കറിക്ക് ആവശ്യമായ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നാടൻ കറി വെക്കുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണ ചേർക്കണം. വെളിച്ചെണ്ണ ചേർക്കുമ്പോഴാണ് ഏറ്റവും ടേസ്റ്റ് കൂടുന്നത്. ഇനി ഈ വെളിച്ചെണ്ണ തിളയ്ക്കുമ്പോൾ നമുക്ക് അതിലേക്ക് 2 നുള്ളു ഉലുവായും ഒരു 1/4 ടീസ്പൂൺ കടുകും ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം. ഉലുവായും കടുകും പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. അത് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 10 കഷ്ണം കൊച്ചുള്ളി 2ആയിട്ട് കീറിയത് ചേർത്ത് കൊടുക്കാം. കൊച്ചുള്ളി ചേർക്കുന്നതാണ് ഏറ്റവും രുചി. കൊച്ചുള്ളി ഇല്ലെങ്കിൽ സവാള ചേർത്താലും മതി. സവാളയ്ക്ക് മധുരം ഉണ്ടാകൊണ്ട് ഒരു പകുതി സവാള, ഒരു മുറി സവാളയെ ചേർക്കാം. ഇനി ഇത് ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതി. കൂടുതൽ മൂത്ത് ബ്രൗൺ നിറമാകാൻ വെയിറ്റ് ചെയ്യരുത്. ചെറുതായിട്ടൊന്ന് വാടി വരുമ്പം നമുക്കതിലേക്ക് ബാക്കി പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. വറ്റൽമുളക് ഒന്ന് മൂത്ത് വരട്ടെ. വറ്റൽമുളകും വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് ഈ തക്കാളിയുടെ പേസ്റ്റ് ഒന്ന് ചേർത്ത്, വെളുത്തുള്ളി 3 അതള് വെളുത്തുള്ളി ഉണ്ട്, ഒരു ചെറിയ തക്കാളിയായിരുന്നു ചേർത്ത് ഒന്ന് പച്ചമണം മാറുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പൊ തക്കാളി പേസ്റ്റിന്റെ പച്ചമണം മാറി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, 3/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കും. പൊടികളെല്ലാം ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന മത്തങ്ങ ചേർത്ത് കൊടുക്കാം. മത്തങ്ങ നമുക്ക് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഒരുപാട് അങ്ങ് ഉടയണ്ട, ചെറുതായിട്ടൊന്ന് ഉടച്ചിട്ട്
ആവശ്യത്തിന് ചൂടുവെള്ളം ഒഴിക്കണം, പച്ചവെള്ളം ഒഴിക്കരുത്. നമ്മുടെ വീട്ടിലെ അംഗങ്ങളനുസരിച്ച് വേണം വെള്ളം ചേർക്കാൻ. ഇനി പുളിയും മധുരവും കൂടെ ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി നമുക്കൊരല്പം, അത് ഓപ്ഷനിലാണ്, അല്പം ശർക്കര ചേർത്ത് കൊടുക്കുക. ശർക്കര ഇഷ്ടമുള്ളവർ ചേർത്താൽ മതി, അല്ലാത്തവർ ചേർക്കണ്ട. വെള്ളം ആവശ്യത്തിന് ചേർത്തോണം. പിന്നെ ഉപ്പും എല്ലാം അതിന്റെ പരുവത്തിന്, ഉപ്പും എരിവും ഒക്കെ അവരവരുടെ പരുവത്തിന് ചേർത്തോണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്, വളരെ പെട്ടെന്ന് വെക്കാൻ പറ്റുന്നതുമാണ്. ഇനി നമുക്കിത് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് ഒന്ന് വേവിക്കണം, എല്ലാം കൂടെ ഒന്ന് മിക്സ് ആകാൻ വേണ്ടി. നമ്മുടെ മത്തങ്ങ പുളിങ്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. തിളച്ചപ്പോൾ ഇതിന് ഉപ്പ് അല്പം കുറവായിരുന്നു. ഞാൻ 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത്, ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടിയും ചേർത്ത്. ഇപ്പം നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് കുറുകി ഈ പരുവത്തിന് നമുക്കങ്ങ് നിർത്താം, അല്ല ഇനി ഇരുന്നാൽ കുറുകിപ്പോവും. അപ്പം നമുക്ക് പച്ചക്കറി കിറ്റ് വാങ്ങുമ്പോൾ അത് കിട്ടുന്ന ഒരു സാധനമാണ് മത്തങ്ങ എന്ന് പറയുന്നത്. ചിലർക്ക് ആർക്കും അത് ഇഷ്ടമല്ല. അപ്പോൾ അത് ഈ രീതിയിൽ ഒന്ന് പുളിങ്കറി വെച്ച് നോക്കണം, അടിപൊളി ടേസ്റ്റാണ്. അപ്പം എല്ലാവരും ഈ രീതി ഒന്ന് ട്രൈ ചെയ്യുകയും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് രേഖപ്പെടുത്തുകയും ചെയ്യണം. ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം. താങ്ക്